ഈ ചെറിയ രണ്ട് പയ്യന്മാരും ഒരു പ്രൈവറ്റ് എയറോപ്ലെയിൻ കണ്ടിട്ട് അതിന്റെ അകത്ത് കയറിയിരുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആരോ ആ ഗോഡൌണിന്റെ ഡോർ ഓപ്പൺ ചെയ്തു അതിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ട രണ്ടുപേരും പേടിച്ചു പോയി ആ ഫ്ലൈറ്റിലെ തന്നെ പിന്നിലുള്ള ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു നിന്നു. അവർ അതിൽ ഒളിച്ചിരിക്കുന്നത് അറിയാതെ വന്നവര് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് പറന്നുയർന്നു. അതിലൊരു പയ്യൻ ഡോർ ഓപ്പൺ ചെയ്ത് അവരുടെ അടുത്ത് പോയി സോറി പറയാമെന്ന് വിചാരിച്ചപ്പോൾ അതിലൊരുത്തന്റെ കയ്യിൽ ഗണ്ണുള്ളത് കണ്ടു. പേടിച്ചു പോയി വീണ്ടും തിരിച്ച് അകത്തേക്ക് വന്നു. അവർ ആ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്ന് കുറേ ദൂരം ട്രാവൽ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെയുള്ള ഒരു ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊരു ബോംബുണ്ട്. അത് കണ്ട് അവരും പേടിച്ചു പോയി ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയവരെല്ലാം ഓൾറെഡി എമർജൻസി ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഇപ്പൊ ആ ഫ്ലൈറ്റ് മാത്രമാണ് ഓട്ടോമാറ്റിക് ആയി പറന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാണെങ്കിൽ ഫ്ലൈറ്റ് ഓടിക്കാൻ പോലും അറിയില്ല. അതിലൊരുത്തൻ മാത്രം ഞാൻ കുറെ ഫ്ലൈറ്റ് ഓടിക്കുന്ന ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പോയി ഫ്ലൈറ്റ് ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറിയിരുന്നു. മറ്റേ പയ്യൻ ആ ഫ്ലൈറ്റിലുള്ള ബോംബ് എടുത്ത് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് എറിഞ്ഞു. ബോംബ് നേരെ വന്ന് ഒരുത്തൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫാം ഹൗസിൽ വന്നു വീണു, പൊട്ടിത്തെറിച്ചു. ഈ സൈഡിലാണെങ്കിൽ ആ ഫ്ലൈറ്റ് വരെ ഒരു മലയുടെ നേരെയാണ് സ്പീഡിൽ പോകുന്നത്. ആ പയ്യനെ നല്ല കഷ്ടപ്പെട്ട് ആ മലയിൽ ഇടിക്കാതെ രക്ഷപ്പെടുത്തി. അതിനുശേഷം ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിക്കാമെന്ന് നോക്കിയാൽ എവിടെയും സ്ഥലമില്ല. അതുകൊണ്ട് നോർമലായി വണ്ടികൾ പോകുന്ന റോഡിൽ ലാൻഡ് ചെയ്യാൻ വന്നു. ആ ഫ്ലൈറ്റും സ്പീഡിൽ വരുന്നത് കണ്ടിട്ട് എല്ലാ വണ്ടികളും പേടിച്ച് സൈഡിലേക്ക് പോയി. ഒരു വഴി അവരും സൈഡിലുള്ള മണലിലേക്ക് ഇറക്കിയിട്ട് ആ ഫ്ലൈറ്റ് അങ്ങോട്ട് നിർത്തി.